പിറന്നാൾ, ഇനി ഒരുപാട് പിറന്നാൾ വരുമല്ലോ. അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ നീ സമാധാനത്തിൽ ഇരിക്കേ. പിള്ളേരെന്ത് സന്തോഷത്തിലായിരുന്നു കളിക്കുന്നേ നോക്കിക്കേ. നീ കിടന്ന് കരഞ്ഞ പിള്ളേരോട് വിഷമിപ്പിക്കാതിരിക്കേ. എനിക്കിരുന്നേ അങ്ങോട്ട്. എന്തോ അമ്മേ, എനിക്ക് സങ്കടമില്ല എൻ്റെ അമ്മൂന് ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്തോണ്ട്. അവളൊരു മുട്ടായി പറഞ്ഞോള് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പൈസ ഇല്ല. മനു ഇങ്ങോട്ട് വരട്ടെ. എടാ അപ്പോ നമുക്ക് ഈ കളർ വെച്ച് നമുക്ക് പെയിന്റിങ് ചെയ്യാം. ഞാൻ വിചാരിച്ചു നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും പെയിന്റ് ചെയ്ത് തരാന്ന്. നീ എന്ത് പെയിന്റാ ചെയ്യുന്നേ? ഏത് പിക്ചറാ വരയ്ക്കുന്നേ? ഒന്ന് പറഞ്ഞു താടാ. ഇവ ഒന്നും പറയത്തില്ല, അതൊക്കെ സർപ്രൈസാ. നിന്റെ ബർത്ത്ഡേ ഞാൻ രാവിലെ പെയിന്റ് കൊണ്ട് കാണിക്കാം നിന്റെ അടുത്ത്. ഓക്കേ, നീ കിടന്ന് കരയാതെ. നീ നമ്മുടെ തമ്പുരാട്ടി ദേവിയെ മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. തമ്പുരാട്ടി ദേവി വിളിയേക്കാതിരിക്കത്തില്ല, എനിക്ക് ഉറപ്പാ. എല്ലാം വിളിച്ചമ്മേ, എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നേ. പിന്നെന്താ, ധൈര്യമായിട്ടിരിക്കേ, അമ്മ വിളിയേക്കാതിരിക്കില്ല നിന്നെ. എടാ അപ്പു, എനിക്ക് വിശന്നിട്ട് വയ്യടാ. എടി ഇവിടെ ഒന്നും ഇല്ലെന്നാ തോന്നുന്നു. അമ്മ പറഞ്ഞ് ഉണ്ണിയപ്പം ഉണ്ട്, അത് തരാന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് ഒരു പണക്കാരന്റെ വീടല്ലേ, ഈ വീട്ടിൽ കയറി അതൊന്ന് പരീക്ഷിക്കാം. ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപമാവട്ടെ. ഈ വേഷം കൊള്ളാം. ഈ വീട്ടിൽ തന്നെ ഒന്ന് കേറാം. അമ്മേ, അമ്മേ, ഇവിടെ ആരുമില്ലേ? അമ്മേ, അമ്മേ കതക് തുറക്കമ്മേ, അമ്മേ കതക് തുറക്കമ്മേ, അമ്മേ എനിക്ക് പേടിയാവണമ്മേ, കതക് തുറക്കമ്മേ. ആരാ? എന്താ കുഞ്ഞേ ഈ രാത്രി? എവിടെ പോയിട്ട് വരുവാ? കുഞ്ഞൊറ്റയ്ക്കേ ഉള്ളോ? അമ്മേ, എന്റെ അമ്മ തമ്പുരാട്ടി അമ്മയെ കാണാൻ പോയിരിക്കുക. അമ്മ ഇനി നാളെ വരത്തുള്ളൂ. എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് പേടിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇതിവിടെ കിടന്നോട്ടെ അമ്മേ. അയ്യോ, ഇവിടെ കിടക്കാൻ സ്ഥലമൊന്നുമില്ല. നീ വേറെ ഏതെങ്കിലും വീട് നോക്കു വെച്ചേ. ശരി ശരി, പൊയ്ക്കോ ഇവിടെ നിന്ന്. കുട്ടിയെ രൂപം കണ്ടിട്ട് പോലും സഹായിക്കാത്ത നിന്റെ വീട് നശിച്ചു പോട്ടെ. ഞാൻ വെറും കുട്ടിയല്ല, തമ്പുരാട്ടിയാ, തമ്പുരാട്ടി. മറ്റൊരു വീട്ടിലേക്ക് പോകെ നോക്കാം. ഇനി അപ്പൂന്റെ അമ്മൂന്റെ വീട്ടിലൊന്ന് കയറി നോക്കിയിട്ട് വരാം. ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപമാവട്ടെ. അമ്മേ, അമ്മേ കതക് തുറക്കാം അമ്മേ. അമ്മേ എന്നെ രക്ഷിക്കാം അമ്മേ. അമ്മേ ഒന്ന് കതക് തുറക്കമ്മേ. ആരാ ആരാ ഈ രാത്രിയില്? അയ്യോ ദൈവമേ, ഒരു കുഞ്ഞു കുട്ടിയാണല്ലോ. എന്താ മക്കളെ, ഒറ്റയ്ക്കാണോ വന്നത്? അയ്യോ, ഇവിടെ ആരും കാണാനില്ലല്ലോ. ഈ കുഞ്ഞു കുട്ടി ഒറ്റയ്ക്ക്. അയ്യോ അമ്മേ, അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ അമ്മേ. ഒരു കുഞ്ഞു കുട്ടി നമ്മളെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നു. അമ്മേ ഒന്ന് വേഗം വാ അമ്മേ. ഒരു കുഞ്ഞു കുട്ടി നമ്മളെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നു അമ്മേ. കുഞ്ഞു കുട്ടിയോ? അതാരാ സീതേ? അറിയില്ല അമ്മേ. ഒരു വന്ന്. അമ്മേ, എന്റെ അച്ഛനമ്മേ തമ്പുരാട്ടി ക്ഷേത്രത്തിൽ പോയിരിക്കും അമ്മേ. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ആയോണ്ടാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇന്നിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ അമ്മേ. ഇതിനെന്താ, എന്റെ കുഞ്ഞോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയാ മതി. നിനക്കൊരു ചേച്ചിയും ചേട്ടനും ഒക്കെ ഇവിടെ ഉണ്ട്. സുന്ദരി കുഞ്ഞാവ അമ്മേ, ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ അമ്മേ. ഞങ്ങളെ കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് എന്തെങ്കിലും ഫുഡ് തരോ അമ്മേ? എന്റെ തമ്പുരാട്ടി ദേവി, എനിക്ക് കുഞ്ഞിന് എന്താ കൊടുക്ക? ഒന്നുമില്ലല്ലോ. അപ്പൂനും അമ്മൂനും വെച്ചിരുന്ന ഉണ്ണിയപ്പം മാത്രമേ ഉള്ളൂ. അത് കൊടുക്ക ഈ കുഞ്ഞിന്. ഉണ്ണിയപ്പം അമ്മേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫലഹാരമാണ് അമ്മേ ഉണ്ണിയപ്പം. എനിക്കൊരു പ്ലേറ്റിലാക്കി തരോ അമ്മേ കഴിക്കാൻ? വയറ് വിശന്നിട്ട് വയ്യ അമ്മേ. എനിക്ക് ഇത് മാത്രം പോരാ, ഇനിയും വേണം. അതും താ അമ്മേ. ഇതും പോരാ, എനിക്ക് അതും വേണം.
വിശക്കുന്നമ്മേ. ഉണ്ണിയപ്പം ഞങ്ങൾക്ക് വേണം അമ്മേ. ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല മക്കളെ. മക്കൾക്ക് വെച്ചിരുന്ന ഉണ്ണിയപ്പം ഈ കുഞ്ഞാവയ്ക്ക് കൊടുത്തത്. ഇനി നമുക്ക് പച്ചവെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് കിടക്കാം മക്കളെ. അമ്മ നാളെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. സാരമില്ലമ്മേ, ആ കുഞ്ഞാവ് വിശന്നിട്ടല്ലേ വന്നത്. സാരമില്ല, നമുക്ക് വെള്ളം കുടിച്ചിട്ട് കിടക്കാം. അമ്മ പാ വിരിച്ചതാ. കുഞ്ഞാവേ വാ, നമുക്ക് ഇവിടെ കിടക്കാം. ഇവിടെ ഒന്ന് കിടക്ക്. രാത്രി ആയല്ലോ, ഇനി കിടന്ന് ഉറങ്ങിക്കോ. അപ്പുച്ചേട്ടാ, അമ്മുച്ചേച്ചി, എന്റെ കൂടെ കിടക്കാൻ വാ നിങ്ങളും. നമുക്ക് ഒരുമിച്ച് കിടക്കാം. എന്റെ ദൈവമേ, വാ എല്ലാരും വാ. എന്റെ ദൈവമേ, നാളെയെങ്കിലും ഭക്ഷണത്തിലെ വക നീ തരണേ. എന്റെ കുഞ്ഞുങ്ങള് പട്ടിണിയാ കിടക്കുന്നേ. അമ്മേ, നാളെ നമുക്ക് ഈ കുഞ്ഞാവേരെ കൂടെ ഒരുപാട് നേരം കളിക്കല്ലേ? അതേടാ, കളിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം വിട്ടാൽ മതി കുഞ്ഞാവയോളെ വീട്ടിലേക്ക്. എനിക്ക് നല്ല ഉറക്കം വരണേ. കുഞ്ഞുങ്ങൾ രാത്രി പട്ടിണിയാ കിടക്കുന്ന ഈ കുഞ്ഞുങ്ങൾ. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യം വരത്തില്ല. നിങ്ങൾക്കുള്ള വക ഞാൻ തന്നിട്ടേ പോകത്തുള്ളൂ. അമ്മേ, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു അമ്മേ. നല്ലത് വരട്ടെ. നാളെ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഈ പാത്രത്തിൽ നിറയട്ടെ. പെരുന്നാളായിട്ട് അമ്മൂന് ഇഷ്ടംപോലെ മുട്ടായി കിട്ടട്ടെ. വളരെ സന്തോഷമായിരിക്കും. നാളെ അവളെ കൂട്ടുകാർക്ക് ഒരുപാട് മുട്ടായി കൊടുക്കാമല്ലോ. എന്റെ അമ്മേ, നേരെ വെളുത്തു ഇതിനിടയ്ക്ക്. അയ്യോ, കുഞ്ഞെവിടെ? എന്റെ അമ്മേ, ആ കുഞ്ഞിനെ കാണാൻ